നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന് തന്നെ ഇരിക്കുക. നിയമവിധേയമായ അല്ലാതെ ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തി എന്നും ഇരിക്കുക. കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പേര് സഹിതം വിജിലൻസ് ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു എന്നും കരുതുക. ആ റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു അത് കാണാം. വനഭൂമിയിൽ അനധികൃതമായി കരിങ്കൽ ഖനനം നടത്തുന്നുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തുക. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് നടപടിക്ക് ശുപാർശ ചെയ്യുക. കൃഷി ചെയ്യേണ്ട പാട്ടഭൂമിയിൽ ഖനനം നടത്തിയ കുറ്റത്തിന് പാട്ടം റദ്ദാക്കി ഭൂമി തിരിച്ചെടുക്കാനും നിർദ്ദേശിക്കുക. 3 വർഷം മുൻപ് വിജിലൻസ് റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് നൽകിയത് തൃശൂർ കിള്ളന്നൂർ വില്ലേജിലെ പാറമടയെക്കുറിച്ചാണ്. എന്നിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ഇന്നും വനഭൂമിയിൽ നിന്ന് കരിങ്കല്ല് നിർബാധം പൊട്ടിച്ച് കടത്തിക്കൊണ്ടിരിക്കുന്നു. തീർന്നില്ല. കുറ്റക്കാരെന്ന് വിജിലൻസ് കണ്ടെത്തിയ ജിയോളജിസ്റ്റ് നാസർ അഹമ്മദിനും ഡെപ്യൂട്ടി റേഞ്ചർ ദേവസിക്കും സർക്കാർ നൽകിയ ശിക്ഷ പ്രൊമോഷനോടെ സ്ഥലം മാറ്റമാണ്. നടപടിയെടുക്കാത്തതിന് കാരണമന്വേഷിച്ചപ്പോൾ കളക്ടർ നൽകിയ മറുപടി ഇങ്ങനെ: വിഘടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ച് ഇവിടുത്തെ എല്ലാം മിക്കവാറും കോറികളെല്ലാം ഇതുപോലെ തന്നെ വനഭൂമിയിലാണ് നടന്നിരുന്നത്. വനഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിച്ചു കൊടുത്തിട്ടുള്ള വനഭൂമിയിൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ഒറ്റയടിക്ക് നിർത്തേണ്ടി വരും. വനഭൂമിയിൽ കരിങ്കൽ ഖനനം നടത്താൻ പാടില്ലെന്ന് തൃശൂർ കളക്ടർക്ക് അറിഞ്ഞുകൂടാ. DFO ആണെങ്കിൽ ദേവസി എന്ന ഉദ്യോഗസ്ഥന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പോലും കൃത്യമായി അറിയില്ല. ഡെപ്യൂട്ടിയൊക്കെ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയി, പ്രൊമോഷനായി പോയി. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നണേ. ശ്രീ VD സതീശൻ, ശ്രീ VS സുനിൽകുമാർ, ഈ റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോഴാണ് റിപ്പോർട്ട് പൂഴ്ത്തിയത്. ഇപ്പോൾ ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടത് മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത് UDF സർക്കാരിൻ്റെ കാലത്താണ്. രണ്ട് കാലത്തും ഒന്നും സംഭവിക്കുന്നില്ല. ഗവൺമെൻറ്റുകൾ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. ഗവൺമെൻറ്റുകൾ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. അത് ഞങ്ങൾ വ്യക്തമായ ഭാഷയിൽ വളരെ പച്ചയായി തന്നെ ഒരു ന്യായീകരണമില്ലാതെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഇത് നടക്കില്ല എന്നുള്ള ഉറപ്പുള്ള ആളാണ് ഞാൻ. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ അത് അവിടെ നിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിലുണ്ടാക്കുന്ന ഈ അനർഹമായ നേട്ടം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതൊക്കെ പറയാൻ മടിക്കണെന്തിനാ? നിയമത്തിൻ്റെ വഴിയാണ് ശരിയായ വഴി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നിയമത്തിൻ്റെ വഴിയെങ്കിൽ ഇത് താങ്കളുടെ ജില്ലയിലാണ് സംഭവിച്ചത്, എന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അല്ല, ഇത് ഇപ്പോൾ എൻ്റെ ജില്ലയിലെ കാര്യം നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ആ ജില്ലയിൽ, ഇപ്പോൾ ഇത് കൊല്ലം ജില്ലയിൽ നടക്കുന്നതാണ്. ഇതിന് സതീശൻ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗവൺമെൻറ്റുകൾ മാറി വന്നാലും പ്രാദേശികമായ നേതൃത്വം തൊഴിലാളികളുടെ മറവിലാണ് ഇതൊക്കെ നടക്കുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നു, ഒരു പട്ടിണിയിലാകുന്നു എന്നുള്ളതാണ് ആദ്യം പറയുന്നൊരു കാര്യം. അപ്പോൾ അതിൻ്റെ പിന്നിൽ അവരൊക്കെ യൂണിയനുകളാണ്. ATUC, CATU, INTUC, BMS. ആയിട്ട് അവർക്ക് രാഷ്ട്രീയ പിൻബലമുണ്ട്. അപ്പോൾ അത് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ അതിന് പുറമെ ഇതിൻ്റെ സാമ്പത്തികമായ ബെനിഫിറ്റ് അതിൽ പങ്കുപറ്റുന്ന ആളുകളാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ. ഉദ്യോഗസ്ഥന്മാർ ഏത് ഗവൺമെൻറ് മാറിയാലും ഉദ്യോഗസ്ഥന്മാർ മാറുന്നില്ല. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അവിടെ ഈ കോറിങ് നടത്തില്ല. തീർച്ചയായും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇതിനെതിരെ ശബ്ദമുയർത്തിയാൽ അയാളുടെ അവസ്ഥ എന്താണ് കേരളത്തിൽ? അതുകൂടി കാണാം. പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ അല്ലാതെ വേറെ ഒരു ജനപ്രതിനിധികളും ഇവിടെ വന്നിട്ടില്ല. MLA വന്നിട്ടില്ല, MP വന്നിട്ടില്ല, മുഖ്യമന്ത്രി വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. സബ് ഡിവിഷൻ തലത്തിലും 2 ഈ കോർഡിനേഷൻ സംവിധാനങ്ങൾ കൊണ്ടുവരികയും ഈ കോർഡിനേഷൻ സംവിധാനങ്ങൾ എല്ലാ മാസവും യോഗം ചേർന്ന് അതാത് സ്ഥലത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും അത് റിവ്യൂ ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഉടനടി കൊണ്ടുവരും. പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു ഉദ്യോഗസ്ഥന് സംഭവിച്ചത് എന്താണ് എന്നാലോചിച്ചാൽ, ഈ ക്വാറികളിൽ സന്ദർശനം നടത്തിയതിൻ്റെ പിറ്റേന്ന് റവന്യൂ മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ മണ്ഡലത്തിൽ കളക്ടർ
സ്ഥലം മാറ്റം ചെയ്യപ്പെടുകയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് വളരെ ഗൗരവതരമായ ഇടപെടലുകൾ തന്നെ വേണം. നമ്മൾ ഏപ്രിൽ 4-ാം തീയതി കോറി ഉപരോധിച്ചു. ഈ കോറി എന്ന് പറഞ്ഞാൽ KN ബാലഗോപാൽ MP സഹോദരൻ്റെ കോറിയാണ്. വളരെ പൊളിറ്റിക്കൽ ആയിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. ഞാനതിൻ്റെ പറയുമ്പോൾ ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ സമുന്നതനായ നേതാവും മറ്റൊന്ന് അദ്ദേഹത്തിന് കലഞ്ഞൂർ മധു എന്ന് പറയുന്ന ആൾക്ക് വളരെ പ്രകടമായ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പിടിപാടുമുള്ള ആൾ. 2.25 വർഷമായി നടക്കുന്ന സമരത്തിന്റെ കേന്ദ്ര സ്ഥലങ്ങൾ സന്ദർശിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും അദ്ദേഹത്തിന്റെ ബന്ധു മരിച്ച കാരണത്താൽ ഏപ്രിൽ 12-ാം തീയതി വരാമെന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ 11-ാം തീയതി കളക്ടർ മാറ്റുകയാണ്. ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്? ഇപ്പോൾ UDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. UDF ഗവൺമെൻറ്റിന് പൂർണ്ണമായ ബാധ്യത ഉണ്ട് ഇത് നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിലും വ്യവസായ മന്ത്രിയുടെ ശ്രദ്ധയിലും ഇതെല്ലാം നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി ഞങ്ങളിത് പറയുന്നുണ്ട്. ഞാൻ ഇനിയൊരു കാര്യം പറയാമല്ലോ, എന്താ സന്തോഷ് പറഞ്ഞത്, ഒരു ചരമക്കോളത്തിലെ വാർത്തയായിട്ടെങ്കിലും വന്നാൽ മതിയെന്ന്. പ്രാദേശിക പത്രങ്ങളിൽ പോലും വാർത്തകൾ വരുന്നില്ല. ഈ കോറി ലോബിക്കെതിരായിട്ടുള്ളൊരു വാർത്ത കൊടുത്താൽ വാർത്ത വരുന്നത് എളുപ്പമാണെന്ന് സന്തോഷോട് ചോദിക്കുക. പ്രാദേശിക വാർത്തകളിൽ പോലും വരുന്നില്ല. അപ്പോൾ ഈ സമീപകാലത്താണ് ഇത് കേരളത്തിൻ്റെ ഫോക്കസിലേക്ക് വന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിന് ചില വഴികളുണ്ട്. ഈ സതീഷ് സാറിന് പറയും, ഒരു ഫോൺ കോൾ റവന്യൂ മിനിസ്റ്റർ വിളിക്കാമെങ്കിൽ ഇന്ന് ഈ സമരം ഇപ്പോൾ അവസാനിക്കും. ഒരു ഫോൺ കോൾ ചെയ്യാമെങ്കിൽ അസൈൻഡ് ലാൻഡ്, കൃഷിക്ക് വേണ്ടി മാത്രം കൊടുത്ത ഭൂമി, വനഭൂമി പതിച്ചെടുത്തത്, ഞങ്ങളത് അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ വന്ന് ഞങ്ങൾ 10 മണിക്കൂറോളം ധർണയിരിക്കേണ്ട ഗതികേട് വന്നിരിക്കുക. ഈ വിഷയം കാണിച്ച് 1.5 വർഷമായി കളക്ടർക്ക് പരാതി കൊടുത്തിരുന്ന വിഷയം ഈ കളക്ടർ നിയമം നടപ്പാക്കാൻ തയ്യാറായി. സമരക്കാരോട് അനുകൂലിച്ചൊന്നുമില്ല, നിയമം നടപ്പാക്കാൻ തയ്യാറായ ആ സാഹചര്യത്തിൽ നന്നായി ഇടപെട്ടു. ഇവിടുത്തെ കോറി വ്യവസായികൾ നന്നായി ഇടപെട്ടിട്ട് രാത്രിയിൽ ഇദ്ദേഹത്തെ മാറ്റുന്നു. ഞങ്ങൾക്ക് രാവിലെ മെസ്സേജ് കിട്ടുന്നു, ഇദ്ദേഹത്തെ മാറ്റുന്നു. അതിന് ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് പറയണം. ശ്രീ വി എസ് സുനിൽകുമാർ, ഇത്രയും ദുരൂഹമായി ഒരു കളക്ടറെ സ്ഥലം മാറ്റുമ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് ഒരു നേരിയ ചെറുത്തുനിൽപ്പ് പോലും, ഒരു നേരിയ അപശബ്ദം പോലും ഉണ്ടാകുന്നില്ല. അല്ല, ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ഇത് ആരും മറച്ചു വെച്ചിട്ട് കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഇത് പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ലാതെ ഈ മേഖലയിൽ അത്രയും ശക്തമായ ഇടപെടൽ നടക്കുകയാണ്. ഇനി ഇപ്പോൾ LDF ഗവൺമെൻറ് മാറി UDF വന്നു, ഇനി വീണ്ടും LDF വന്നാൽ ഇത് തന്നെയാണ് സ്ഥിതിയെങ്കിൽ പിന്നെ യാതൊരു അർത്ഥമില്ല. ഏത് ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ, ഇനി ഈ കാര്യത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. വളരെ നന്ദി സന്തോഷ് ആഗമൂർത്തിൽ പങ്കെടുത്തതിന്.